അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ പറയുന്നു, മക്കളെ വേഗം പൊയ്ക്കോളി, ഒരു പെരേക്ക് പോകുമ്പോൾ കുറച്ച് നേരത്തെ പോകണ്ടേ. ഇതിപ്പോൾ എന്താ എപ്പോഴാ ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞു, ഒന്ന് പോയി പോരി. ഷെഫി ഉസ്താദിനും അത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം അവൾ ഒരുങ്ങുന്നില്ല, മാറ്റുന്നില്ല. പഠിച്ചവനെ, ഞാൻ എന്ത് ചെയ്യുക, അവളുടെ വീട്ടിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. അവൾ ഉണ്ടാകുമ്പോൾ അത് മോശമല്ലേ, അവൾ അവിടെയാണെങ്കിൽ കുഴപ്പമില്ല. സീനത്തെ നീ മാറ്റുന്നുണ്ടോ? ഷെഫി ഉസ്താദ് ചോദിക്കുന്നു. എന്തേപ്പോ ഇങ്ങളോട് പോയി പോരി. നിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകേണ്ട എന്താവശ്യമുള്ളത്? നിങ്ങളല്ലേ ഉപ്പാനായിട്ടും ആങ്ങളിനായിട്ടൊക്കെ വലിയ ബന്ധം, എനിക്ക് അവരായിട്ട് വലിയൊരു താല്പര്യമൊന്നുമില്ല. എന്നാലും നിൻ്റെ ഉമ്മയും എല്ലാവരും ഉള്ളിൽ അവിടെ. ഓ പിന്നെ പോയാൽ പോരെ, എന്താ ഇത്ര ധൃതി പിടിച്ച്? ഉമ്മ പറഞ്ഞു. മോളെ, എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാണ്ടെങ്കിൽ വേഗം കൊണ്ടുപോയി കൊടുക്കല്ലേ നല്ലത്. പിന്നെ ഷെഫി എന്ന് പറയുമ്പോൾ അവർക്കും ഉണ്ടാവില്ലൊരു ആകാംക്ഷ. അവൻ്റെ റബ്ബേ വല്ലാത്തൊരു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മനമില്ലാ മനസ്സോടുകൂടി മാറ്റാൻ വേണ്ടി പോയി. പോവാ ഉമ്മ, ഞാൻ ഓട്ടോ വിളിക്കട്ടെ? ആ മോനെ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുറ്റത്ത് അതാ ഒരു ഓട്ടോ വരുന്നു. ഷെഫി ഉസ്താദും സീനത്തും അതിൽ കയറി. ഉമ്മ പോയിട്ട് വരാം, അസ്സലാമു അലൈക്കും. എന്നാൽ മരുമകൾ ഒന്നും തന്നെ മിണ്ടാതെ ആണ് ഇറങ്ങിപ്പോയത്. ഉമ്മയോട് ഒരു വാക്കും അവൾ പറഞ്ഞില്ല. ഉമ്മ പറഞ്ഞു, മക്കൾ പോയി പോരി. അങ്ങനെ അതാ അവർ യാത്രയാകുന്നു സീനത്തിൻ്റെ വീട്ടിലേക്ക്. അല്പസമയത്തിന് ശേഷം അതാ സീനത്തിൻ്റെ വീടിനടുത്ത് ഓട്ടോ എത്തുന്നു. അതെ, ഇവിടെ നിന്നോട്ടോ, ക്യാഷ് എത്ര? ഇതാ. അവർ രണ്ടുപേരും ഇറങ്ങി അവിടേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും എടുത്തുകൊണ്ട്. എന്നാൽ സീനത്ത് മുന്നിലേക്ക് ഇറങ്ങിയില്ല. സാധാരണ രീതിയിൽ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മുന്നിൽ പോകാറുള്ളത് സ്വന്തം വീട്ടിലെ മക്കളായിരിക്കും. പക്ഷേ ഇവൾ പിന്നിലായിരുന്നു. ഷെഫി ഉസ്താദ് ഇറങ്ങുന്നത് കണ്ട കോലായിലിരിക്കുന്ന അവരുടെ ഉപ്പ, ആരാപ്പോൾ ഓട്ടോയിൽ വന്നിറങ്ങിയത്? എടി എന്തേക്കാ? ആരാ? അല്ലാ, നമ്മളെ മരുമകനാണല്ലോ. പഠിച്ച റബ്ബേ. മോനെ ഇങ്ങോട്ട് കയറി വാ ഷെഫി, ഉപ്പ സ്നേഹത്തോടെ വിളിച്ചു. പഠിച്ചോനെ, ആരാ ഇത്? ഉമ്മയും തന്നെ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കാൻ വേണ്ടി വന്നു. അല്ലാ പഠിച്ചോനെ, കയറിയിരിക്കി. എൻ്റെ റബ്ബേൻ്റെ കുട്ടികൾ വന്നല്ലോ. എടി സീനത്തെ മോളജി ഞങ്ങളൊക്കെ മറന്നുല്ലേ? ഓളോട് എത്ര ഞാൻ പറഞ്ഞാലും ഓള് വരൂല. നാല് ദിവസം കുറച്ച് സാധനങ്ങൾ കൊടുത്തൊന്ന് പോയി എന്നല്ലാതെ ഓള് വരൂല. ഞാൻ പറയും ഇടയ്ക്കിടയ്ക്ക് നിൽക്കാൻ വാ മോളെ എന്നൊക്കെ പറയും. പിന്നെ ഞാൻ വിചാരിച്ചു അവിടുത്തെ ഉമ്മാനെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്നാലും വന്ന് പോവുകയൊക്കെ ചെയ്യുക. അതിന് ഓള് വരൂല ഒഴിവുണ്ടായാലും. അവൾ അകത്തേക്ക് പോയി. ഉപ്പ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? സുഖമാണ് മോനെ, അൽഹംദുലില്ലാ, അങ്ങനെ പോണ്. മോനെ എന്തൊക്കെയുണ്ട് അവിടുത്തെ വർത്താനം? ഉമ്മ റാഹത്താണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, എല്ലാം കൊണ്ടും സുഖമാണ്. ആയിക്കോട്ടെ, മാഷാ അല്ലാ. ഏതായാലും അന്ന് അങ്ങനെ പോവുകയും ചെയ്തു. ഞങ്ങൾക്ക് തീരെ തൃപ്തിയില്ലേനോ. കാരണം ഉസ്താദ് പറഞ്ഞ ജോലി നല്ല പവിത്രമായ ജോലിയല്ല. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ വേറെ ജോലിക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അറിയാൻ കഴിഞ്ഞു ഇങ്ങനെ അവിടെ തന്നെ ഖുർആൻ പഠിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ ഏതായാലും സന്തോഷമായി. പഠിച്ചോൻ്റെ നിയമത്ത് തന്നെ അല്ലേ? അല്ല എന്താ മോനെ, ചായ എടുക്കട്ടെ കേട്ടോ, ഇരിക്കേ. ഉമ്മ അതൊന്നും ഇപ്പോൾ തന്നെ വേണ്ട. അല്ല മോനെ, പിന്നെ ഉമ്മാൻ്റെ ഭർത്താവിന് സുഖമല്ലേ? ഉമ്മ സുഖമാണ്, അൽഹംദുലില്ലാ. ഷെഫി ഉസ്താദ് കൊണ്ടുവന്ന ആ ഒരു പൊതി അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് ഉമ്മ കുട്ടിയൊക്കെ കൊടുത്താളി. മോനെ എന്തിനാണ്, കഴിഞ്ഞ പ്രാവശ്യം കുറേ സാധനങ്ങൾ കൊടുത്തയച്ചു. മോന് അതിനകത്തൊക്കെ അവിടെ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉമ്മ അത് അറബി അവർ തരുന്നതും ഒക്കെ ആയിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. അത്രയും നല്ല ഒരുപാട് സാധനങ്ങളൊക്കെ തരും. പക്ഷേ ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ നാട്ടിലേക്ക് അയക്കണമല്ലോ വിചാരിച്ചിട്ട് കഴിയുന്നത് ഞാൻ വാങ്ങാറില്ല എന്ന് വെച്ചാൽ വാങ്ങിയാൽ തന്നെ അവിടുത്തെ മറ്റു വേലക്കാരികൾക്ക് കൊടുക്കാറാണ് പതിവ്. അവരിഷ്ടം പോലെ സാധനം കൊണ്ടുപോയി നമ്മളെ നിർബന്ധിക്കും. പിന്നെ മതി, പിന്നെ കൊറിയർ അയക്കാം എന്നൊക്കെ അവർ പറയും. ഞാൻ പറഞ്ഞാൽ വേണ്ട, അതിനകത്തൊന്നും ആളില്ല എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒഴിവാകാണ്. ആയിക്കോട്ടെ മോനെ, എന്നാലും ഇതന്നെ വലിയ ഞമ്മത്ത്. മോനക്ക് ജോലിയൊക്കെ അവിടെ സുഖമല്ലേ? ഉപ്പയുടെ ആ ചോദ്യം. ഉപ്പ അതൊക്കെ ഇതാണ്. അപ്പോൾ തന്നെ ഉമ്മ ആങ്ങൾക്ക് വിളിക്കുന്നു. എടാ മോനെ, പിന്നെ ഷെഫി വന്നിക്കണടാ എൻ്റെ അളിയനെ. ആണോ ഉമ്മ? ഞാൻ വരുന്നേ, എന്താ കൊണ്ടുവരേണ്ടത്? മോൻ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊണ്ടുവര്. ആയിക്കോട്ടെ.
കുറച്ച് കഴിഞ്ഞപ്പോൾ ആങ്ങളെയും വന്നു. അളിയ അസ്സലാം വലൈക്കും. വാലേക്കും അസ്സലാം. അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചു. എന്തൊക്കെ റാഹത്തല്ലേ? അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്. എന്താ പെട്ടെന്ന്? അല്ല, അവിടെ സ്കൂള് പൂട്ടിയപ്പോഴേ നമുക്കിവിടെ 2 മാസം ലീവ് തന്നതാണ്. ആ അത് ശരി. പിന്നെ എന്തൊക്കെയാ അളിയ, പണിയൊക്കെ ഇല്ലേ? ആ ഉണ്ട്, പണിയൊക്കെ ഉണ്ടാകുന്ന കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട്? എന്താ അളിയ ഞങ്ങളുടെ മുഖത്തൊരു എന്തൊരു ഒന്നുമില്ല. എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. അല്ലേ, നമ്മുടെ പെങ്ങളുടെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും ഒരു വിശ്വാസം ഇല്ലാത്ത പോലെയാണ്. കാരണം അവളെന്ന് വെച്ചാൽ ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളും കൊടുക്കായിട്ടല്ല. അതിനിപ്പോൾ ചില ആളുകൾ എത്ര ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. സ്വഭാവത്തിലൊക്കെ മാറ്റമൊക്കെ വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഇപ്രാവശ്യം നിങ്ങളോട് വന്നപ്പോൾ? അത് പറഞ്ഞപ്പോൾ ഷെഫി ഉസ്താദ് ഒന്നും മിണ്ടിയില്ല. അത് അളിയ, പറഞ്ഞോളൂ, ഉള്ളതൊക്കെ തുറന്നു പറഞ്ഞോളൂ. അവൾക്ക് എന്തെന്നറിയില്ല, എന്നോടൊരു താല്പര്യമില്ലാന്ന് തോന്നുന്നു. എന്തോ അറിയില്ല, എപ്പോഴും എല്ലാത്തിനും എനിക്ക് ഒരു എതിരായിട്ട്. ഞാൻ അവൾക്ക് ഗോൾഡിനൊരു ചെയിൻ കൊണ്ടുവന്നു, ഉമ്മാക്ക് കൊണ്ടുവന്നു. അതൊന്നും അവൾക്ക് പറ്റണില്ല. അതൊക്കെ ഒരു വലിച്ചെറിയ അങ്ങനെ എന്തൊക്കെയൊരു, നമ്മളിപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ വാങ്ങിക്കൊണ്ടുവരും. പക്ഷെ അതൊക്കെ നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ അതിങ്ങനെ ആക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സങ്കടമാണ് അതൊക്കെ. പിന്നെയെന്ന് വെച്ചാൽ എന്നോട് താല്പര്യമില്ല അളിയ അവൾക്ക് തീരെ. എന്നൊരു ഇഷ്ടമില്ലാത്ത രീതിയിൽ. വന്ന ഉടനെ തന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് മൊത്തത്തിൽ എന്നെ ഒരു അവോയ്ഡ് ചെയ്യുക. ഞാൻ അവളുടെ റൂമിലേക്ക് കിടക്കുമ്പോഴും ഒക്കെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു പെരുമാറ്റവും കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാണ്. കാരണം നമ്മൾ എത്ര പ്രതീക്ഷയോടെ നമ്മൾ നാട്ടിലേക്ക് വരുന്നത്. വരുന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കുന്ന മനുഷ്യന്മാർ വന്നപ്പോഴേ അവിടെ ഇല്ല. ഈവനിങ്ങിൽ എത്തിയത്. ഇപ്പോൾ എക്സാം എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഓക്കെ. പക്ഷെ പിന്നെ നമ്മളോട് സഹകരണം ഇല്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെ. ഓഹോ, അങ്ങനെയാണല്ലേ. ഇനി സീനത്തിനൊന്നും പറയൊന്നും വേണ്ട. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? നിങ്ങളായിട്ട് ഒരു തീരുമാനം എനിക്ക് എടുത്തു തന്നാൽ മതി. അളിയ, നിങ്ങൾ ഒന്നും കരുതല്ലേ. കാരണം നമുക്കൊരു ചീത്തപ്പേരിനും കൂടി അത് കാരണമായി തീരും. നമുക്ക് തൽക്കാലങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നങ്ങോട്ട് പോയി. കാരണം അവളെ ഇനിയിപ്പോൾ നിങ്ങൾ ഡൈവേഴ്സ് അങ്ങനെ ചെയ്താൽ തന്നെ എന്തായാലും അവൾ മറ്റൊരു വഴി കണ്ടെത്തും. പിന്നെ ഞങ്ങൾക്ക് ആകെ നാണക്കേടാവും. ദയവായി ഒരിക്കൽ കൂടി എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ ശ്രമിച്ചല്ലോ അവളുടെ സ്വഭാവമൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട്. ദയവായി നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കരുത്. ആങ്ങളുടെ ഒരു വാക്കുകൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. അളിയ, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല, ഒരിക്കലും അങ്ങനെ എനിക്ക് താല്പര്യമില്ല ഒരാളെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യുക എന്നുള്ള കാര്യം ചിന്തിക്കാത്തത് പോലെയാണ്. പക്ഷെ എന്നോട് തീരെ ഒരു സഹകരണവും കാര്യങ്ങളും ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഞാനിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിയുന്നില്ല. സത്യം പറഞ്ഞാൽ ആങ്ങളൊക്കെ അത് കേട്ടപ്പോൾ വിഷമമായി. സീനത്തെ നീ എവിടെ? അവൾ അതാ അടുക്കളയുടെ അപ്പുറത്തുള്ള ആ റൂമിലായിരുന്നു. എന്തേ മോനെ, ഓൾ അവിടെ ഉണ്ടല്ലോ സീനത്തെ. നിൻ്റെ പുതിയാപ്പിള വന്നിട്ട് എന്താട്ടി നീ ഒളിച്ചിരിക്കണോ ഇവിടെ? അല്ല, എന്താ ഷെഫിയും നീയും തമ്മിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒക്കെ ഓക്കെ അല്ലേ? അവൾ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. എന്താടി? ഒന്നുമില്ലേ. പിന്നെ എന്താ എനിക്ക്? എന്താ ഓനായിട്ട് ബന്ധം തുടരാൻ നിങ്ങൾക്ക് താല്പര്യക്കുറവുണ്ടോ? ബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊന്നും ഒരു കുഴപ്പവും എനിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഒരാൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം നിങ്ങളൊക്കെ പ്രതീക്ഷിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേ നിങ്ങളുടെ മൈൻഡില്ല ഞാനിപ്പോൾ എന്താ ചെയ്യുക? അതൊക്കെ ഇപ്പോൾ നിങ്ങളോട് വിളമ്പി തന്നോ ഇക്കയോട്? അതൊന്നല്ല, അതൊക്കെ ഞാൻ അറിഞ്ഞു. അല്ല, എന്താ നിൻ്റെ പ്ലാന്? നിനക്ക് നിൻ്റെ മനസ്സിൽ വേറെ വല്ല മറ്റ് ചിന്തകളുണ്ടെങ്കിൽ നിനക്കങ്ങ് തുറന്ന് പറഞ്ഞൂടെ? എന്ത് ചിന്ത? എനിക്കങ്ങനത്തെ ചിന്തയൊന്നുമില്ല. പിന്നെ എന്താടി നീ ഇങ്ങനെ? അത്രക്കും നല്ലൊരു സ്വാലിഹായ ഭർത്താവിനെ നിനക്ക് കിട്ടിയിട്ട് അദ്ദേഹത്തിനോട് നല്ലൊരു മൈൻഡും കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്താ നിൻ്റെയൊക്കെ അവസ്ഥ? അദ്ദേഹം നിൻ്റെ ഭർത്താവാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കണം. പിന്നെ തീരെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവും കാര്യങ്ങളും ഇല്ലാതെ എന്ത് ജീവിതം? ആര് പറഞ്ഞ് ബന്ധവും കാര്യമൊന്നും ഇല്ലാന്ന്? എപ്പോഴും മനുഷ്യന് ഒരേ മൈൻഡ് ലഭിക്കുമോ? ചില സമയങ്ങളിൽ ടെൻഷൻ കൂടും, അപ്പം ഉണ്ടാവൊന്നും കഴിയൂല, അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് എപ്പോഴൊന്നും പറഞ്ഞോ? അതെ, നീ അദ്ദേഹത്തെ ഇടങ്ങാറാക്കുകയാണെങ്കിൽ പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് എനിക്കും കൂടി ശിക്ഷ കിട്ടും. കാരണം ഈ ഒരു കല്യാണം ഉണ്ടാക്കാൻ ഞാനും കൂടി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിനക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഒഴിവായിക്കാളാം. നിനക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണ്ട ഇനി ആ വീട്ടിലേക്ക്, വെറുതെ ഒരു ബുദ്ധിമുട്ടാക്കാൻ.
ഇക്കാക്ക ആരെ പറഞ്ഞ ഇഷ്ടമില്ലാന്ന്? ഏയ് അങ്ങനെയൊന്നുമില്ല. സീനത്തിൻ്റെ മനസ്സിൽ മറ്റു ചിന്തകളായിരുന്നു. ഒരു പക്ഷേ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ ഉള്ളതെല്ലാം എനിക്ക് നഷ്ടപ്പെടും. എൻ്റെ ഭർത്താവ് ഷെഫി ഉസ്താദ് ഇപ്പോൾ നല്ല സാലറി വാങ്ങുന്ന ആളാണ്. അതുമാത്രമല്ല അറബികളുടെ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം അവർക്ക് ലഭിക്കുന്നതുമാണ്. ഞാനെന്തൊരു വിഡ്ഢി! അതെങ്ങാനും വിട്ടു പോന്നിട്ടുണ്ടെങ്കിൽ എല്ലാം എനിക്ക് നഷ്ടപ്പെടൂലേ? പിന്നെ എൻ്റെ സുഖവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടും. എന്താടി നീ ആലോചിക്കുന്നത്? കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. പറയടി എന്താ? പെട്ടെന്ന് ഡൈവേഴ്സിൻ്റെ കാര്യം സംസാരിക്കണോ? ഇക്ക നിങ്ങൾ എന്തേ പറയുന്നത്? ആര് പറഞ്ഞു ഞങ്ങൾ സ്നേഹമില്ലാന്ന്? എനിക്കൊന്നും അറിയണ്ട. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ നിനക്ക് ഒക്കുകയില്ലേ? അത് പറ. നല്ല രീതിയിൽ റാഹത്തായിക്കൊണ്ട് ജീവിക്കാൻ നിനക്ക് പറ്റുമോ ഇല്ലയോ? അത് നീ തുറന്ന് പറയണം എൻ്റെ മുഖത്ത് നോക്കിയിട്ട്. ഇക്ക നിങ്ങൾ എന്തേ പറയുന്നത്? ഞങ്ങൾ സ്നേഹം നിങ്ങൾ കണ്ടിക്കണോ? ഇല്ലല്ലോ. അപ്പോൾ തന്നെ അവൾ നേരെ അതാ ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക് ഇക്ക, ഷെഫിക്ക വാ വരി, നമുക്കിവിടേക്ക് ഒന്ന് കാണാലോ. നിങ്ങളെന്താ അവിടെ തന്നെ ഇരിക്കുന്നത്? അവൾ അഭിനയിക്കുവാൻ തുടങ്ങി. ശരിക്കും ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോയി. ഇതിപ്പോൾ എന്താ കഥ? അവിടുന്ന് എടുത്തു പറ്റിയതിനോട് മിണ്ടിയിട്ടില്ല. ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതാ ഇവിടെയൊക്കെ കാണാൻ വരാം. എന്താ സീനത്തെ ഇവിടെ എന്താ കാണാൻ? നിനക്കിവിടെ കാണുന്നത് ഇഷ്ടമല്ല എന്നല്ല നീ പറഞ്ഞത്? അത് കേട്ടപ്പോൾ ഉപ്പയും ഉമ്മയും അത് കേട്ടു, ആങ്ങളെയും. ഓൾ അങ്ങനെയും പറഞ്ഞോ? ഷെഫി ഉസ്താനെ രൂക്ഷമായി അവളൊന്ന് നോക്കി. അല്ലേ, ഞാൻ വിളിച്ചപ്പോൾ പിന്നിലേക്കായിരുന്നു. ഞാൻ വരുന്നില്ല, എനിക്ക് അവിടെ ഇഷ്ടമല്ല എന്ന് അവൾ പറഞ്ഞത്. അല്ലേടി, നീ അങ്ങനെ പറഞ്ഞില്ലേ? ഞാൻ വെറുതെ അങ്ങ് തമാശ പറഞ്ഞതല്ലേ എന്ന് കരുതിയപ്പോൾ അതിങ്ങനെ കാര്യത്തിലാക്കണോ? വരി ഷെഫിക്ക, നമുക്ക് ചായ കുടിച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ പോകാം. അവൾ ഷെഫി ഉസ്താദിനോട് വീണ്ടും അതാ സ്നേഹം അഭിനയിക്കുന്നു. എന്നാൽ ആങ്ങളക്ക് എന്തൊക്കെയോ ഒരു മനസ്സിൽ ഒരു മുടി കുടുങ്ങിയ പോലെയാണ്. ഇവരെന്തത് ഇങ്ങനെ? ശരിക്ക് അവൻ പറയുന്നത് തീരെ സഹകരണവും കാര്യങ്ങളും ഇല്ല. ഇവള് കാട്ടിക്കൂട്ടണ് കണ്ടാലേ ചുരുക്കി പറഞ്ഞാൽ ഷെഫി ഉസ്താദിന് അത് വല്ലാത്തൊരു സംഭവമായി. കാരണം അവിടെ നിന്ന് ഇവിടെ വരെ അവൾ അങ്ങനെ വന്നു. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്നോടിപ്പോൾ ചിരിയും കളിയൊക്കെ തുടങ്ങി. സാരല്ല ഷെഫി ഉസ്താദ് അതാ ചായ മോനെ കുടിക്ക്. ഉമ്മയും ഉപ്പയും നല്ല രീതിയിലാണ് അവർ സ്വീകരിക്കുന്നത്. ആങ്ങളെയും അളയെ കുടിക്ക്. ഞാൻ കുടിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അല്ലല്ല ഇനിയിപ്പോൾ ഞാൻ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ പോകും. കാരണം അവിടെ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴേക്ക് അവിടെ എത്തണം. ചായ കുടിയെല്ലാം കഴിഞ്ഞ് അളിയൻ അതാ ഷെഫി ഉസ്താദിൻ്റെ അടുക്കലേക്ക് വരുന്നു. അത് അളിയൻ ഞാൻ കാര്യങ്ങളൊക്കെ അവളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ഹാപ്പിയാണെന്നാണ് പറയണത്. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ ഓൾ നല്ല ഹാപ്പി ആയിട്ട്. അളിയ നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം തുറന്ന് പറയട്ടോ. കാരണം ഇഷ്ടമില്ലാത്തൊരു ബന്ധം തുടർന്ന് കൊണ്ടുപോകുന്നത് അതത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരും സഹകരിക്കണം. എന്താണ് നോക്കട്ടെ ഒരു പ്രാവശ്യം കൂടെ, അല്ലാതെ. എന്നാൽ അളിയൻ പെങ്ങളെ സ്വകാര്യമായി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിന്നെ ഒഴിവാക്കാനുള്ള പരിപാടി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കൂടി എന്നെ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നത്, മനസ്സിലായല്ലോ? പിന്നെ നിനക്ക് എന്താ നിൻ്റെ പ്ലാനിങ്? ഒഴിവാക്കേ? ഡൈവേഴ്സ് ചെയ്യുക. എന്താ എനിക്ക് മനസ്സിലാണല്ലേ? എന്നെയോ? ഓ പിന്നെ ഞാൻ ഇത്രയ്ക്കും സ്നേഹിക്കുന്ന ഷെഫി ഉസ്താദിനെ ഡൈവേഴ്സ് ചെയ്യേ? എന്താ നിങ്ങളീ പറയുന്നത്? എന്താ നിങ്ങൾക്ക് തീരെ ഒരു ബുദ്ധിയില്ലേ? പെട്ടെന്ന് ഇങ്ങനെ ഡൈവേഴ്സ് ചെയ്യാൻ നിൽക്കല്ലേ? പിന്നെന്താ നീ എന്താ സഹകരിക്കാത്തത് അദ്ദേഹത്തിനോട്? ആര് പറഞ്ഞു? ഞങ്ങൾ സഹകരണത്തിന് ഒരു കുറവുമില്ല. പുറത്തിങ്ങനെ സഹകരിക്കാൻ പറ്റുമോ? പെങ്ങളുടെ ആ ഒരു വാക്ക് ആങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒന്നായിരുന്നില്ല. അത് എല്ലാ വിളവും പഠിച്ചതാണ് അവൾ, എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിങ്, ഇനി എന്തെങ്കിലും നിന്നെക്കുറിച്ച് പരാതി എന്തായാലും കേട്ടാലേ പിന്നെ ഒന്നും നോക്കൂല, ഞാൻ തന്നെ നിങ്ങളുടെ ബന്ധം വേർപ്പെടുത്തു കേട്ടോ. ആങ്ങളുടെ ആ ഒരു വാക്കുകൾ. നിങ്ങൾ എന്തേ പറയുന്നത്? ഞങ്ങളിങ്ങനെ ബന്ധം പറയാനുള്ളല്ലോ. ഞങ്ങൾ ഇത്ര സ്നേഹത്തിൽ കഴിഞ്ഞിട്ട് എന്തിനാ എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് തലയ്ക്ക് വേദനയായിട്ട് അകപ്പാടൊരു പ്രയാസമായിട്ടാണ് പിന്നെ എനിക്ക് ഒന്നിലൊന്നും കഴിയാതിരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് വരാനും മടിച്ചത്. അതൊക്കെ ഷെഫിക്ക മനസ്സിൽ വെച്ച് നിൽക്കണോ? ഷെഫിക്ക, അവൾ നേരിയതാ ഷെഫി ഉസ്താദിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ഷെഫിക്ക, നമ്മൾ തമ്മിൽ പിണക്കൊന്നുമില്ലല്ലോ? തൻ്റെ ആങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അത് ചോദിച്ചത്. ഷെഫി ഉസ്താദ് എന്ത് പറയണമെന്നായിപ്പോയി. സത്യം പറ ഷെഫിക്ക, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പിണക്കുണ്ടോ?
ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരുമോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വരുമോ, ഒന്ന് ആലോചിച്ചാൽ പോരെ. പെട്ടെന്ന് ഷെഫി ഉസ്താദ് പറഞ്ഞു, ഇൻഷാ അല്ലാ അതൊക്കെ നോക്കട്ടെ. എന്നാൽ ഈ സമയം ആങ്ങള പറഞ്ഞത് എങ്ങനെയാണ്, നല്ല രീതിയിൽ ബന്ധം പോവുകയാണെങ്കിൽ ഓക്കെ, രണ്ടുപേർക്കും ജീവിക്കാം. അതല്ല, ബന്ധത്തിൽ എന്തെങ്കിലും തകർക്കാനുള്ള വല്ല ശ്രമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്നങ്ങ് ഒഴിവാക്കണം നല്ലത്. അല്ലാതെ ആ മനുഷ്യനെ നീ വെറുതെ വെറുപ്പിക്കരുത്. ആ കണ്ണീര് തട്ടിക്കഴിഞ്ഞാൽ മോളെ പിന്നെ കാലാകാലം അത് നിനക്ക് വല്ലാത്തൊരു നഷ്ടമായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ആങ്ങളുടെ ആ ഒരു ഉപദേശം കേട്ട് അവൾ ഒന്നും മിണ്ടിയില്ല. ഈ ഇക്കാക്കയുടെ ഒരു കാര്യം, ഇക്കാക്ക എന്തൊക്കെയാണ് പറയുന്നത്? ഷെഫിക്ക നമുക്ക് പോവല്ലേ, ഇവരിവിടെ നമുക്കൊരു സമാധാനം തരൂല. ഷെഫി ഉസ്താദിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൾ ഇറങ്ങുവാൻ ശ്രമിക്കുന്നു. ഉമ്മ പറഞ്ഞു, മക്കളെ പോവല്ലേ, ഞാൻ ഫുഡ് ഉണ്ടാക്കട്ടെ. ഉമ്മ ഇപ്പോൾ വേണ്ട, ചായ കുടിച്ചില്ലേ? അല്ല മോനെ, ഇന്നിവിടെ നിൽക്കാം. അല്ല അത് മനസ്സിലായി ഉമ്മ ഒറ്റ, എന്നാൽ ഫുഡ് കഴിച്ചിട്ട് പോകട്ടോ. അതുവരെ ഉമ്മ നിൽക്കൂലേ? ഫുഡ് കഴിച്ചിട്ട് പോവാം, ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട്. അതല്ല മോനെ നല്ലത്. ഉമ്മ ഞങ്ങൾ പിന്നെ വരാം ഫുഡ് കഴിക്കാൻ, ഇപ്പോൾ ലേറ്റ് ആകുമ്പോഴേ ഉമ്മാക്ക്. എന്നാൽ മോനെ ആയിക്കോട്ടെ, നല്ല മട്ടത്തിൽ നല്ല രീതിയിൽ ജീവിച്ചോലിട്ടാ. ഷെഫിക്ക വേഗം പോവാം, ഇവിടുത്തോൽക്കൊന്നും എന്നോടൊരു സ്നേഹമില്ലാത്ത പോലെയാണ്. എന്താ റബ്ബേ ഈ കുട്ടിൻ്റെ കഥ. പെണ്ണ് ഓരോ പൊട്ടത്തിലങ്ങൾ അങ്ങനെ വിളിച്ചറിയും. സത്യം പറഞ്ഞ ഉമ്മാക്കും ഉപ്പാക്കും ആങ്ങൾക്കൊക്കെ പറ്റ വെറുത്ത സാധനം തന്നെയാണ് അവൾ മുഹ്സിന. അങ്ങനെ അവൾ ഷെഫി ഉസ്താദിൻ്റെ കൂടെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ചെറിയൊരു സന്തോഷം ഉണ്ടായി. പക്ഷേ ആ സന്തോഷം എത്ര സമയം ഉണ്ടാവുമെന്ന് ഷെഫി ഉസ്താദിന് പറയാൻ പറ്റുന്നില്ല. കാരണം അവൾ നിറം മാറിക്കൊണ്ടിരിക്കുന്നവളാണ്, പല സമയത്ത് പല നിറമായിരിക്കും. അങ്ങനെ തൻ്റെ കൊച്ചുകുടിലേക്ക് ഷെഫി ഉസ്താദ് പോകുന്നു, മറ്റൊരു ഓട്ടോ വിളിച്ചുകൊണ്ട്. ഷെഫിക്ക നമുക്കൊരു ബൈക്ക് വാങ്ങണല്ലേ പെട്ടെന്ന്? ബൈക്ക് വാങ്ങണം പെണ്ണെ. ബൈക്ക് വാങ്ങിയിട്ട് ഒരു മാസത്തിനിപ്പോൾ എടുത്തിട്ടിപ്പോൾ എന്ത് കാര്യമുള്ളത്? ഷെഫിക്ക അത് കുഴപ്പമില്ല, ഒരു ബൈക്ക് വാങ്ങിക്കോളേ. അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങണം നല്ലതല്ലേ, വീട്ടിലൊക്കെ ഒന്ന് അത്യാവശ്യമല്ലേ. എന്തിനാണ്, നിനക്ക് ഓടിക്കാനാണോ? എനിക്ക് ഓടിക്കും ചെയ്യാലോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളറ്റ് എടുത്തോളട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബുള്ളറ്റ് ലവറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതെടുക്കണേ. ബുള്ളറ്റൊക്കെ എടുത്തിട്ട് ഈ ഒരു മാസത്തിൽ ഞാൻ ഇവിടെ നിന്നിട്ട് അതിപ്പോൾ യൂസ് ചെയ്യാനാണോ ആളില്ലാത്തത്? കഴിഞ്ഞ പ്രാവശ്യത്തെ വണ്ടി തന്നെ അത് കുറച്ച് പഴകിയ വണ്ടിയായിരുന്നു. പക്ഷെ ഒരു ബുള്ളറ്റ്, ഇക്കാലത്ത് ക്യാഷൊക്കെ അല്ലേ, ഒരു ബുള്ളറ്റ് എടുക്കുമോ? ഷെഫി ഉസ്താദിനെ സോപ്പിട്ട് മയക്കുകയാണ് സീനത്ത് ബുള്ളറ്റ് എടുക്കുന്ന കാര്യത്തിൽ. നോക്കട്ടെ പെണ്ണെ, നിനക്ക് അത്ര നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ നോക്കട്ടെ. ഷെഫിക്ക എൻ്റെ മുത്താണുങ്ങൾ, ഞാൻ എന്ത് പറഞ്ഞാലോ നിങ്ങൾ സാധിപ്പിച്ച് തരല്ലോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ബുള്ളറ്റിൽ യാത്ര ചെയ്യണൊക്കെ. എടി ബുള്ളറ്റിൽ യാത്ര ചെയ്യാൻ ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ, ഞാൻ പോകൂലേ? ഷെഫിക്ക അതിന് നിങ്ങൾ വേണമെന്നില്ലല്ലോ, അത് പറഞ്ഞില്ലല്ലോ. എനിക്കും കൂടി ഓടിക്കും ചെയ്യാം, എനിക്ക് പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ. എന്തിനാണ് വെറുതെ ആൾക്കാരെ കൊണ്ടൊരു പറയിപ്പിക്കണേ? പിന്നെ പഴയ ചിന്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. പ്ലീസ് ഷെഫിക്ക പ്ലീസ്, നമുക്കൊരു ബുള്ളറ്റ് എടുക്കുക. എന്തൊക്കെ തന്നെ നമുക്ക് ഷോറൂമിലൊന്ന് പോയി നോക്കാം. ഞാൻ ഉമ്മയോട് ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ കേട്ടോ. അപ്പോൾ തന്നെ ഷെഫി ഉസ്താദ് ഉമ്മയ്ക്ക് വിളിക്കുന്നു. ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ പോന്നോ? ഉമ്മ വരുന്ന വഴിയാണ്. ഓട്ടോയിൽ ഇങ്ങനെ പോകുമ്പോഴേ ഉമ്മ ഒരു ബുള്ളറ്റ് എടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഇപ്പോൾ ആലോചിച്ച് നോക്കണം. മോനെ നിൻ്റെ സ്വപ്നങ്ങളൊക്കെ നല്ല തന്നെയാണ്, പക്ഷേ ഒരു മാസം കഴിഞ്ഞ് എൻ്റെ കുട്ടി അങ്ങോട്ട് പോകും. പിന്നെ ആരാടാ അതൊക്കെ നോക്കി നടത്താൻ? പിന്നെയെന്ന് വെച്ചാൽ അതവിടെ ഇരുന്ന് കേടുവരാന്നല്ലാതെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഉമ്മ അതും ശരിയാണ്. അപ്പോഴേക്കും അവൾ കണ്ടില്ലേ, തള്ളയുടെ വാക്കും കേട്ടു, ഭാര്യ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും കേട്ടില്ല. ഇതൊക്കെ തന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം മോശമാകാൻ കാരണം. അതെ, നിങ്ങൾക്ക് ഭാര്യമാർ വേണേൽ ഇഷ്ടം പോലെ കിട്ടുമായിരിക്കും, പക്ഷേ എൻ്റെ അത്ര സ്നേഹമുള്ള ഞങ്ങൾക്ക് കിട്ടാൻ പ്രയാസാട്ടോ. അവൾ അവനെ ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടി തുടങ്ങി. ഷെഫി ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ എന്താന്നില്ലേ, ഒന്നും വേണ്ടേ ഷെഫിക്ക, പ്ലീസ് നമുക്കൊന്നെടുക്കുക. അങ്ങനെ മനമില്ലാ മനസ്സോടുകൂടി ബുള്ളറ്റിൻ്റെ ഷോറൂമിൽ കയറുകയാണ് ഷെഫി ഉസ്താദ്. അവൾ ഇഷ്ടപ്പെട്ട ഒരു കളറ് സെലക്ട് ചെയ്യുകയും ചെയ്തു. ഇത് മതി, പിന്നെ എന്നെ ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചു തരണേ. അങ്ങനെ അവർ ഓട്ടോക്കാരനെ പറഞ്ഞയച്ച് ആ ഷോറൂമിൽ നിന്ന് ബുള്ളറ്റ് എടുക്കുന്നു. അവൾക്ക് സന്തോഷമായി. അവളുടെ പ്ലാനിങ് എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.